അപ്പോൾ നമ്മൾ ഇമ്മോർട്ടൽ ഹൾക്കിൻ്റെ എപ്പിസോഡ് 2 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ബ്രൂസ് ബാനറിനെയാണ്. പുള്ളി എന്തൊക്കെയോ പിച്ചും പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റേഡിയേഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തൊക്കെയോ സൗണ്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഈ ശബ്ദമൊക്കെ നിലയ്ക്കാൻ പോകുന്നത്? എന്നാണ് എനിക്ക് ഈ മനസ്സമാധാനം കിട്ടാൻ പോകുന്നത്? എന്നാണ് എനിക്കൊരു ഫ്രീഡം കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി നിലവിളിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പുള്ളി എഴുന്നേക്കാണ്. അപ്പോഴാണ് പുള്ളി മനസ്സിലാക്കുന്നത് പുള്ളി ഒരു സ്വപ്നം കാണുമായിരുന്നു. ആക്ച്വലി പുള്ളി ഇപ്പോൾ ഒരു ബസ്സിലാണുള്ളത്, എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രൂസ് ബാനർ മനസ്സിൽ പറയാണ്, ഞാൻ ഇത്ര ശബ്ദത്തിലായിരുന്നു പറഞ്ഞിരുന്നത്, എന്തായാലും ഇനി രാത്രി ഉറങ്ങുന്നത് കുറയ്ക്കണമെന്ന് പറയാണ്. കാരണം രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് അവൻ്റെ നേരമാണെന്ന് പറയാണ്. മിററിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൾക്കിൻ്റെ മുഖം കാണുകയാണ്. അങ്ങനെ വണ്ടി ഒരു കുട്ടി ടൗണിൽ നിൽക്കുകയാണ്. അങ്ങനെ ബ്രൂസ് ബാനർ പോലും അറിയാതെ പുള്ളി അവിടെ ഇറങ്ങുകയാണ്. അങ്ങനെ പുള്ളി മൈൻഡിൽ പറയാണ്, ഇത് സാധാരണ ഞാൻ ഇറങ്ങുന്ന സ്ഥലമല്ല, പക്ഷേ ഇവിടെ ഇറങ്ങാൻ വേണ്ടി എന്നോട് ആരോ പറയുന്നു, ഞാൻ ഇറങ്ങുവാണെന്ന് പറയാണ് പുള്ളി. അങ്ങനെ പുള്ളി നടന്നുകൊണ്ട് തന്നെ പറയാണ്, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കാശ് കയർത്തക്കാരൊന്നും ആഗ്രഹമേ ഇല്ല, അന്നു വേണ്ടുന്ന ആഹാരം കഴിക്കാനുള്ള പൈസ കിട്ടിയാൽ മാത്രം മതി എന്ന് പറയാണ്. കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങിയിട്ട് കീറാത്ത ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണെന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ആ ഹൾക്ക് പന്നി പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് മൊത്തം കീറി ഇറങ്ങി ഡ്രസ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ കാശ് മൊത്തം ഇല്ലാതാക്കിയിട്ടാണ് ആ പന്നി പോകുന്നതെന്ന് പറയാണ്. ഓരോ ദിവസവും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള കാശിന് കഴിച്ചിട്ട് നമ്മുടെ ബ്രൂസ് ബാനർ ഒരു ബാറിലേക്ക് നടക്കുകയാണ്. അങ്ങനെ പുള്ളി ആ റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു പോസ്റ്ററായിട്ട് തന്നെ അടിച്ചു വെച്ചിരിക്കുകയാണ്. അതിലുള്ളത് വേറെ ഒന്നുമല്ല, ഒരു ന്യൂസാണ്. ആ ന്യൂസ് പറയുന്നത് ഹൾക്ക് ശരിക്കും ജീവനോടെ തന്നെ ഉണ്ടോ, ഹൾക്കിന് ശരിക്കും എന്താണ് പറ്റിയെന്നൊക്കെ ചക്ക വലുപ്പത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പുള്ളി ഒരു ബാറിലേക്ക് പോവാണ്. അങ്ങനെ ആ ബാറിലെത്തിയപ്പോഴാണ് അവർ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ബ്രൂസ് ബാനർ കേൾക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് ഈ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പ്രത്യേകമായിട്ടുള്ള ഒരു രോഗം പോലെ ബാധിച്ചാണ് അവർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രോഗം ബാധിച്ചിട്ട് അവരുടെ പ്രിയപ്പെട്ടവരെ സെമിത്തേരിയിൽ കൊണ്ട് കുഴിച്ചിട്ട് വന്നതിന് ശേഷം ആ വന്നവരും വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഇതെല്ലാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ദ ഫ്രൈ എന്ന് പറയുന്ന ഒരുത്തൻ മരിച്ചതിന് ശേഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാണ്. അവൻ ഒരുപാട് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ജനങ്ങൾക്ക് എല്ലാവർക്കും അവന് ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ അവൻ കാരണം ഒരുപാട് പേർക്ക് അത് ഇമ്പാക്റ്റ് ആയിട്ടുണ്ടാവും, ഇമോഷണലി അവരെ ഡൗൺ ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ നടക്കുന്നതെന്നൊക്കെ വിചാരിക്കുകയാണ് അവർ. അപ്പോൾ തന്നെ നമ്മുടെ ബ്രൂസ് ബാനറിന് തോന്നുകയാണ്, ഒരു പക്ഷേ ഈ പറഞ്ഞവനും ഈ ആൾക്കാരൊക്കെ കാണാതെ പോകുന്നതിനും മരിക്കുന്നതിനും, ഐ മീൻ രോഗം വന്ന് മരിക്കുന്നതിനൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവനെക്കുറിച്ചിട്ട് അവിടുത്തെ ആ ബാർ ടെൻഡറിനോട് നമ്മുടെ ബ്രൂസ് ബാനർ കൂടുതലായിട്ട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവൻ്റെ അച്ഛൻ ഒരു റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അഫ്കോഴ്സ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രൂസ് ബാനർ വിടുമോ. അങ്ങനെ ശരിക്കും അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ മരിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്ന ആ സെമിത്തേരിയിലേക്ക് പോവാണ് ബ്രൂസ് ബാനർ. അങ്ങനെ എല്ലാം നോർമലായിരുന്നു. പക്ഷെ നമ്മുടെ ബ്രൂസ് ബാനർ പോയി ആ ഫ്രൈ എന്ന് പറഞ്ഞ ചെറുക്കനെ കുഴിച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ കല്ലറയിൽ പോയി നോക്കിയത് പെട്ടെന്ന് തന്നെ പാനിക്കായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് വേഗം 911 കോൾ ചെയ്യാണ്. അങ്ങനെ പുള്ളി കോൾ എടുത്തതും പാനിക്കായിട്ട് പറയാണ്, ഞാൻ എന്താണ് ആരാണെന്നൊന്നും ചോദിക്കരുത്, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചോ. ആ ഫ്രൈ എന്ന് പറയുന്നവൻ്റെ കലറുടെ അടുത്ത് ഒരുപാട് റേഡിയേഷൻ സിഗ്നൽസ് എനിക്ക് കിട്ടുന്നുണ്ട്. വെറും റേഡിയേഷൻസ് അല്ല, ഗാമ റേഡിയേഷൻസ്. ഈ ഭാഗത്തേക്ക് ആരും തന്നെ വരരുതെന്ന് വേഗം ഇവിടെ മൊത്തം ഇവാക്യുവേറ്റ് ചെയ്യും. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ബോഡി ഉള്ളിൽ നിന്ന് അഴുകിത്തീരുന്ന് പറയാണ് നമ്മുടെ ബ്രൂസ് ബാനർ. കുറച്ചായിട്ട് ഉള്ളിലുള്ള ഓർഗൻസ് ഇല്ലാതാവും, നടക്കുന്ന ഒരു സോംബിയെ പോലെ ആയി മാറും എല്ലാവരും എന്ന് പറയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്നെ പോലെ ആയി മാറുന്നു പറയാണ് ബ്രൂസ് ബാനർ. അപ്പം തന്നെ, സാർ നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓപ്പോസിറ്റുള്ളവർ ചോദിച്ചതു. കള്ളപ്പന്നി പയലേ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാനാണ് ബ്രൂസ് ബാനർ, പറഞ്ഞത് മനസ്സിലായില്ലേ, പറഞ്ഞത് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രൂസ് ബാനർ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ പുള്ളി പോകുന്ന വഴിക്ക് എന്തോ ദൂരത്തൊരു പച്ച കളർ ലൈറ്റ് വരുന്ന പോലെ നമ്മുടെ ബ്രൂസ് ബാനർ തോന്നുകയാണ്. അങ്ങനെ ആ ലൈറ്റ് നോക്കി ബ്രൂസ് ബാനർ പോലും അറിയാതെ പുള്ളിയുടെ ബോഡി പുള്ളാവുകയാണ്. അങ്ങോട്ടേക്ക് പുള്ളി പോവുകയാണ്. നമ്മുടെ ബ്രൂസ് ബാനർ മനസ്സിലാവാണ് അവിടെ എന്തോ ഉണ്ട്. പച്ച കളർ അത്ര നോർമലായിട്ടുള്ള ലൈറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടേക്ക് അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ പുള്ളി ബ്രൂസ് ബാനർ ഫോമിൽ തന്നെ കഷ്ടപ്പെട്ട് ആ മല കയറി ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ പുള്ളി അവിടെ എത്തിയതും കാണുന്ന കാഴ്ച, അതിൻ്റെ ഉള്ളിലൊരു ഗുഹയിൽ ഒരുപാട് മനുഷ്യരുടെ ജഡം അഴുകി റേഡിയേഷൻ പുറത്തു വിടുന്ന തരത്തിൽ കിടക്കുകയാണ് അവിടെ. മോറോവർ അതൊക്കെ പച്ച കളറിൽ ഗ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞൊരു കരച്ചിലേക്കാണ് ബ്രൂസ് ബാനർ. അപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു രൂപം വരികയാണ്. ഇത് കണ്ടത് നമ്മുടെ ബ്രൂസ് ബാനർ, ഓ നീയാണോ ഡോക്ടർ ഫ്രേ എന്ന് ചോദിക്കുകയാണ്. അതായത് ആ മരിച്ച ആ പയ്യൻ്റെ അച്ഛൻ നീയല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എന്നെ ആരും കാണാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മുടെ ബ്രൂസ് ബാനർ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ആ രൂപം. അങ്ങനെ അവൻ നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ തല ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബ്രൂസ് ബാനർ ഒരു കാര്യം ആലോചിക്കുന്നത്.
അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരുത്തൻ തലയിൽ അമ്പ് വിട്ട് ബ്രൂസ് ബാനർ ഫോമിൽ തന്നെ എന്നെ കൊല്ലാൻ നോക്കുന്നത്. സിവിൽ വാർ 2 കോമിക് എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. അതായത് നമ്മുടെ ഹോക്കോയ് ബ്രൂസ് ബാനറിനെ ഇങ്ങനെയാണ് അതിൽ കൊല്ലുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ജീവനോടെ വന്നതെന്ന് നമ്മുടെ ബ്രൂസ് ബാനർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ ഹൾക്ക് പുറത്തു വരികയാണ്. അങ്ങനെ ബ്രൂസ് ബാനറിൻ്റെ കഴുത്ത് പിടിച്ച ആ ഡോക്ടർ ഫ്രൈയുടെ കഴുത്ത് മാത്രമല്ല കൈയും കാലും അടക്കം ഒട്ടിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഹൾക്കിനെ കണ്ടത് ആ രൂപവും നീ റോബർട്ട് ബ്രൂസ് ബാനർ അല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ പുള്ളി പറയാണ്, ഞാൻ നിൻ്റെ വലിയൊരു ഫാനാണ്, ചുരുക്കം പറഞ്ഞാൽ നീ കാരണമാണ് ഞാൻ തന്നെ ഇങ്ങനെ ആയെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഹൾക്ക് വയ്ക്കുകയാണ്, എത്ര പേരാടാ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്, സത്യം പറ, നിൻ്റെ മകൻ ശരിക്കും എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യം ആലോചിച്ചോ, കള്ളം പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാവുമെന്ന് പറയാണ് ഹൾക്ക്. അപ്പോൾ തന്നെ ആ ഡോക്ടർ സത്യം പറയാൻ തുടങ്ങുകയാണ്. ആക്ച്വലി നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ ഒരുപാട് റിസർച്ചേഴ്സ് ഈ ഡോക്ടർ ഫ്രേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പുള്ളിയുടെ ഭാര്യ മരിക്കുന്നത്. ആ മരണത്തിന് ശേഷം എന്തായിരിക്കും ഉണ്ടാവുക? ഇരുട്ട്. ആ ഇരുട്ട് എനിക്ക് പേടിയാവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ബ്രൂസ് ബാനർ ഹൾക്കായി മാറിയ സെയിം എക്സ്പെരിമെൻറ്റ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആ സീറം ഞാൻ ഉണ്ടാക്കി കുറച്ചായി ഞാൻ തന്നെ എൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. എനിക്കെന്തോ അപ്പോൾ 20 വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഇത് പറഞ്ഞത് ഹൾക്കപ്പം തന്നെ, അപ്പോൾ അതിന് ശേഷം നിൻ്റെ മകൻ്റെ മേലിൽ നീ അത് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അവനും പറയാണ്, എൻ്റെ ഭാര്യയെപ്പോലെ എൻ്റെ മകനെയും ഇല്ലാതാവണമെന്ന് ഞാൻ വിചാരിച്ചില്ല, അവന് എന്നെപ്പോലെ ബലശാലിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ദേഹത്ത് വർക്ക് ചെയ്ത ആ സീറം ഉറപ്പായിട്ട് എൻ്റെ മകൻ്റെ ദേഹത്തും വർക്ക് ചെയ്യുമല്ലോ, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അങ്ങനെ ഞാനത് അവൻ്റെ ദേഹത്ത് യൂസ് ചെയ്തു. പക്ഷെ ഞാനത് അവന് കൊടുത്ത അടുത്ത നിമിഷം തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് മൊത്തം പച്ച വെളിച്ചം വരാൻ തുടങ്ങുമായിരുന്നു. കണ്ണിൽ നിന്നും വായിൽ നിന്നൊക്കെ പച്ച കളറിലൊരു ഫ്ലൂയിഡ് വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ തന്നെ അവനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അച്ഛാ എൻ്റെ കണ്ണ് നീറുന്നു, ഞാനേതോ പച്ച കളർ ഡോറ് കാണുന്നുണ്ട്, അതിൻ്റെ താഴെ എന്തൊക്കെയോ ഉണ്ടെന്ന് അവൻ പറയാൻ വരുമ്പോൾ തന്നെ അവൻ ആ ഫ്ലൂയിഡ് മൊത്തം ഛർദ്ദിച്ച് മരിക്കുകയാണ്. എൻ്റെ മകൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആഴത്തിൽ ആരോ ഉണ്ട്, എന്തോ പച്ച ഡോർ എന്നൊക്കെ അവൻ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്കപ്പോൾ മനസ്സിലായില്ല. അതിനുശേഷം ആ സീറം അപ്പോൾ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് അത് എന്നെ ഇങ്ങനെയാക്കി മാറ്റി. ഇവരാരും ഞാൻ കൊന്നതല്ല, പക്ഷെ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇവർക്ക് തന്നെ ഇങ്ങനെ പറ്റിയതാണ്. പക്ഷേ ഈ സത്യമൊന്നും ആരും അറിയാൻ പാടില്ല. അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ എനിക്ക് കൊല്ലേണ്ടി വന്നതെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഹൾക്ക് പറയാണ്, നിൻ്റെ മകനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് നീ തന്നെ അവനെ കൊന്നു കളഞ്ഞല്ലേ എന്ന് പറയാണ്. എന്നാൽ ആ ശവക്കല്ലിറക്കി നീയും പോടാന്ന് പറയാണ് ഹൾക്ക്. അങ്ങനെ ഹൾക്ക് ആ ഡോക്ടർ ഫ്രേയുടെ കൈയും കാലൊക്കെ പിച്ചി എറിഞ്ഞ് ഒരു വലിയ ക്രേറ്റർ അവിടെ കുഴിച്ച് നിൻ്റെ ഒരു തുള്ളി റേഡിയേഷൻ പോലും പുറത്തു വരാൻ പാടില്ല എന്നും പറഞ്ഞ് ആ ആഴത്തിലേക്ക് ആ ഡോക്ടറെ ഇട്ടിട്ട് മൊത്തം ആ സ്ഥലം തന്നെ കല്ലുകൊണ്ട് അടച്ചു മൂടുകയാണ്. എന്നിട്ട് നമ്മുടെ ഹൾക്ക് അവിടെ നിന്ന് പോവാണ്. പക്ഷേ ഈ താഴെ എത്തിയ ഡോക്ടർ ഫ്രേ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ അടി ആഴത്തിലെത്തിയതും ആ പുള്ളി പറയാണ്, വേണ്ട, എനിക്കിവിടെ വേണ്ട, ഇതിലും പേരെ ഞാൻ മരിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് കരയാണ്. അങ്ങനെ അവിടെ ഈശു തീരുവാണ്. ആരാണ് ആ പയ്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ആ പച്ച ഡോറും താഴെ ഉണ്ടെന്ന് പറഞ്ഞ ആ രൂപമൊക്കെ? എന്താണ് ശരിക്കും ഇതിൽ നമ്മുടെ ഹൾക്കിൻ്റെ റോള്? ഹൾക്ക് ഈ കഥയിൽ ഒരു വില്ലനാണോ? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസ്.